ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അറിവിലൂടെ ആരോഗ്യം, ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് ആരോഗ്യരംഗത്ത് ആയുർവേദത്തിൻ്റെയും ഔഷധ സസ്യങ്ങളുടെയും പങ്കിനെപ്പറ്റിയാണല്ലോ. ആരോഗ്യം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്വയം ശിക്ഷിതമായ ഒരു ആരോഗ്യബോധം വ്യക്തിയിലുണ്ടായിരിക്കണം. തെറ്റായ ഭക്ഷണരീതിയും ജീവിതശീലങ്ങളും രോഗസമീപനങ്ങളും ശരിയായ രീതിയിൽ പരിവർത്തനം ചെയ്യണം. അതാണ് പ്രകൃതിയുടെ മാർഗം. ഈ അവസരത്തിലാണ് നാം ആയുർവേദത്തെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയേണ്ടത്. കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായവയെല്ലാം തന്നെ പ്രകൃതിക്ക് വിധേയമായി പോകുന്നവയായിരിക്കണം. അമൂല്യങ്ങളായ സസ്യങ്ങളെ പരിചയപ്പെടുന്ന ഈ അവസരത്തിൽ ഇന്ന് നാം കൂടുതലായി അറിയുവാൻ ശ്രമിക്കുന്നത് ആടലോടകം എന്ന ചിരപരിചിതമായ സസ്യത്തെയാണ്. ആടലോടകമുണ്ടെങ്കിൽ ആധി വേണ്ട എന്നാണത്രേ. അക്കാൻതേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ് ആടലോടകം. ഇതിൻ്റെ ശാസ്ത്രനാമം അഡതോഡ വസിക്കനിസ് എന്നാണ്. ഭാരതത്തിലെ ഔഷധ പാരമ്പര്യത്തിൻ്റെ മുഖ്യ കണ്ണികളിലൊന്നാണ് ഈ സസ്യം. ഔഷധഗുണം മൂലം ഒട്ടുമിക്ക ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഈ ഔഷധം പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഈർപ്പമുള്ള നമ്മുടെ വനമേഖലയാണ് ആടലോടകത്തിൻ്റെ തറവാട്. ഇവ പ്രധാനമായും രണ്ട് തരത്തിൽ കണ്ടുവരുന്നു: ചെറിയ ആടലോടകവും വലിയ ആടലോടകവും. ഏതു തരം കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും ഇത് വളർത്താം. അതുകൊണ്ട് പൂച്ചെടികൾക്കും മറ്റും ആടലോടകത്തിൻ്റെ ഇല, വെന്ത് ആറിച്ച വെള്ളം കീടനാശിനിയായി ഉപയോഗിക്കാം. ഈ കഴിവ് ആടലോടകത്തിന് വേപ്പിൻ്റെ തൊട്ടടുത്ത സ്ഥാനമാണ് നൽകുന്നത്. വീടിൻ്റെ അടുക്കള മുറ്റത്തോ സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു കോണിലോ ആടലോടകം വെച്ചുപിടിപ്പിക്കുക. വെയിൽ കിട്ടുന്നതും അല്പം വളക്കൂറുള്ളതുമായ സ്ഥലത്ത് ശ്രദ്ധയും പരിചരണവുമില്ലാതെ ഈ സസ്യം വളർന്നുകൊള്ളും. അതുവഴി ഭാരതത്തിൻ്റെ പൗരാണിക പാരമ്പര്യത്തിലെ ചികിത്സാ മഹത്വത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ വീട്ടുമുറ്റത്തിന് സ്വന്തമാകും. മേൽപ്പറഞ്ഞ അറിവുകൾ നമുക്കും നമ്മുടെ പുതുതലമുറയ്ക്കും ഔഷധ സസ്യങ്ങളോടുള്ള താൽപ്പര്യം വളർത്തിയെടുക്കുവാനും നിലനിർത്തുവാനും പ്രചോദനമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി. ഒത്തിരി സ്നേഹത്തോടെ.